റഷ്യയുടെയും ഇറാന്റെയും എണ്ണ കടലിൽ വിൽക്കാൻ അനുവദിച്ച് താൽക്കാലിക ഇളവ് നീട്ടേണ്ടതില്ലെന്ന് അമേരിക്ക തീരുമാനിച്ചു. റഷ്യൻ എണ്ണയുടെ പൊതു ലൈസൻസ് ഞങ്ങൾ പുതുക്കില്ല എന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ബുധനാഴ്ച പറഞ്ഞതിന് പിന്നാലെയാണ് പ്രഖ്യാപനം വന്നത്. ഇത് ഒരു പ്രധാന ചോദ്യമാണ് ഉയർത്തിയത്. മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങൾ മൂലം ലോകമെമ്പാടുമുള്ള ഊർജ്ജ വിതരണം സ്തംഭിച്ചിരിക്കുന്നതിനാൽ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾ ഇനി എന്തു ചെയ്യുമെന്നതാണ്. ഇറാനിയൻ ക്രൂഡിന്റെ മേലും സമാനമായ തീരുമാനം ചുമത്തി. ഇത് US പരമാവധി സമ്മർദ്ദം എന്ന നയത്തിന് കീഴിൽ കൂടുതൽ കർശനമായ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന്റെ സൂചനയാണ്. ഇറാനിയൻ എണ്ണ വാങ്ങുകയാണെങ്കിൽ, ഇറാനിയൻ പണം നിങ്ങളുടെ ബാങ്കുകളിൽ കെട്ടിക്കിടക്കുകയാണെങ്കിൽ ദ്വിതീയ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ ഞങ്ങൾ ഇപ്പോൾ തയ്യാറാണെന്ന് ഞങ്ങൾ രാജ്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ബെസന്റ് വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഇറാൻ യുദ്ധത്തെ തുടർന്നുണ്ടായ തടസ്സങ്ങൾ ലോകമെമ്പാടും അലയടിച്ചതിനെ തുടർന്ന് യുദ്ധത്തിൽ ബുദ്ധിമുട്ടുന്ന എണ്ണ വിതരണത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള ഒരു ഹ്രസ്വകാല നടപടിയായി മാർച്ചിലാണ് ഇളവുകൾ അവതരിപ്പിച്ചത്. ഏപ്രിൽ 11 കാലാവധി അവസാനിച്ചു. മാർച്ച് 12 മുൻപ് ലോഡ് ചെയ്ത റഷ്യൻ ക്രൂഡിന് 30 ദിവസത്തെ ലൈസൻസാണ് അനുവദിച്ചത്. മാർച്ച് 20 മുൻപ് ലോഡ് ചെയ്ത ഇറാനിയൻ കയറ്റുമതികൾക്കുള്ള മറ്റൊരു ഇളവ് ഏപ്രിൽ 19 അവസാനിക്കും. അത് നീട്ടാൻ പദ്ധതിയില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം താൽക്കാലിക ഇളവുകൾ വിതരണ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള താൽക്കാലിക ആശ്വാസം മാത്രമേ ആകുന്നുള്ളൂ. കാരണം രാജ്യം ഊർജ്ജ ആവശ്യങ്ങൾക്കായി കൂടുതലായും ഇറക്കുമതിയെയാണ് ആശ്രയിക്കുന്നത്. ഈ ഹ്രസ്വകാല നടപടി റഷ്യൻ സർക്കാരിന് കാര്യമായ സാമ്പത്തിക നേട്ടം നൽകിയില്ല. കാരണം കടലിൽ കുടുങ്ങിക്കിടക്കുന്ന എണ്ണയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്ക് മാത്രമേ ഇത് അംഗീകാരം നൽകുന്നുള്ളൂ. ഈ കാലയളവിൽ ഇന്ത്യൻ റിഫൈനറികൾ ഏകദേശം 60 ദശലക്ഷം ബാരൽ റഷ്യൻ ക്രൂഡിന് ഓർഡർ നൽകി. ഉപരോധം മൂലം റോസ് നെഫ്റ്റ്, ലൂക്കോയിൽ തുടങ്ങിയ കമ്പനികളിൽ നിന്നുള്ള വാങ്ങലുകൾ നേരത്തെ കുറച്ചതിനെ തുടർന്ന് ആണിത്. 7 വർഷത്തിനിടെ ഇന്ത്യ ആദ്യമായി ഇറാനിയൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തു. സമയപരിധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യ 4 ദശലക്ഷം എണ്ണ ഇറക്കുമതി ചെയ്യാൻ തിരക്ക് കൂട്ടി. മാർച്ച് അവസാനം ഖാർഗ് ദ്വീപിൽ നിന്ന് ക്രൂഡ് ഓയിൽ നിറച്ച ഡെരിയ എന്ന കപ്പൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഇപ്പോഴും തങ്ങി നിൽക്കുകയാണ്. ഇളവ് സമയപരിധി പാലിക്കാൻ കഴിയാതെ വന്നതിനാൽ കൂടുതൽ നിർദ്ദേശങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.